പ്രിയമുള്ള ക്ലാസ്നികളെ, ഞാനെത്തിക്കഴിഞ്ഞോ. എവിടെയെങ്കിലും കമ്പി വിളിക്കാനുണ്ടോ, പാറ പൊട്ടിക്കാനുണ്ടോ, മല മറിക്കാനുണ്ടോ, ഇതെല്ലാം കാണിക്കാൻ എനിക്ക്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയുടെ അടുത്ത് വർക്ക്ഷോപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്, നമ്മൾ അജിമേശ്വരിയുടെ വർക്ക്ഷോപ്പിൽ. ഇന്നത്തെ വീഡിയോ വണ്ടി പണിയുന്നതൊക്കെ കാണിക്കാന്നൊക്കെ പറഞ്ഞാണ് നിന്നത്. പക്ഷേ ചെറിയൊരു പ്രശ്നം പറ്റി. വേറെ ഒന്നുമല്ല, നമ്മളെ വണ്ടിയുടെ അതായത് ടൈമിംഗ് ബെൽറ്റ്, ഹെഡ് ഗാസ്കറ്റ് മാറണമായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഞാൻ ഇന്ന് രാവിലെ നമ്മളെ നിപ്പോൻ ടൊയോറ്റ കൊല്ലത്ത് കൊട്ടിയത്തുള്ള ഷോറൂമിൽ പോയി. പക്ഷേ അവിടെ ഇതിൻ്റെ ഒറിജിനൽ സാധനമില്ല. സാധനം അത് ഓർഡർ ചെയ്ത് വരുത്തിയാലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഒറിജിനൽ ഞാൻ മേശയെടുത്ത് ചോദിച്ചപ്പോൾ ഒറിജിനൽ സാധനം തന്നെ ഇട്ടാലേ ശരിയാവത്തുള്ളൂ. ടൈമിംഗ് ബെൽറ്റ് അറ്റ്ലീസ്റ്റ് ഒറിജിനൽ തന്നെ ഇടണം. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരത്തുള്ള സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നമ്മൾ വിളിച്ചു. അങ്ങനെ പുള്ളിക്കാരവിടെ തിരുവനന്തപുരത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ സാധനം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ സബ്സ്ക്രൈബർ വേറെ ആൾ വന്നിട്ട് വണ്ടി കാണാൻ വേണ്ടി വീഡിയോ അങ്ങനെ എടുത്ത് തുടങ്ങിയതേ ഉള്ളായിരുന്നു. പേരെന്താ? എൻ്റെ പേര് മാജിദ്. മാജിദ്, മലപ്പുറം അല്ലേ? ഇവിടെ എന്താ പരിപാടി? മൊബൈൽ ഷോപ്പിലാണ്. ആണോ? ആഹാ, ശരി. ഇവിടെ ജെറോമിന്റെ പുറകിൽ. ആഹാ, ജെറോമിന്റെ പുറകില്ലേ? ശരി. വണ്ടിയാണോ വന്നാണോ? ഞാൻ നിങ്ങളെ കൊറേ ഇവിടെ ഇങ്ങനെ കൊല്ലത്തുനിന്നൊക്കെ വീഡിയോ ചെയ്യുമ്പോ നിങ്ങള് സംസാരം കേൾക്കാല്ലേ സുണ്ണു, മലപ്പുറം സ്ലാഗ്. ഞാനിവിടെ ആകെ ഇങ്ങനെ റൗണ്ട് അടിക്കാനും ഞാൻ കൊറേ വിളിച്ചു. അപ്പൊ ഞാൻ എന്റെ ഇതിന്റെ പാർട്സിന്റെ വേണ്ടി ഞാൻ തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഇല്ല, തിരുവനന്തപുരത്തേ ഉള്ളൂ സാധനം. അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ വിളിച്ച് പറഞ്ഞു കേട്ടോ. അതിന് എങ്ങനെയെങ്കിലും ബസ്സിലെങ്ങാനും കൊണ്ട് വരാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. അപ്പം അത് വന്ന് എന്തായാലും അതിൻ്റെ മെയിൻ മറ്റേന്തോ ടൈമിംഗ് ബെൽറ്റ് നമ്മൾ ഒറിജിനലിന് മേടിച്ചിടാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വർക്ക്ഷോപ്പിലാണ്. നമ്മൾ അങ്ങനെ ഇടയ്ക്ക് മജീദിനെ കണ്ട്. മജീദ് മലപ്പുറത്ത് എവിടെ? ഞാൻ മലപ്പുറത്ത് മക്കരപറമ്പ്. മക്കരപറമ്പ്. ഇവിടെ കൊല്ലത്ത് കുറേ നാളെ? ഇല്ല, ഞാൻ ഇപ്പോൾ ഒരു 6 മാസമായിട്ടുള്ളൂ. നിങ്ങൾ മലപ്പുറംകാർ നമ്മളെ യൂട്യൂബിന് ഭയങ്കര സപ്പോർട്ടാണ്. എവിടെ ചെന്നാലും നമുക്ക് മലപ്പുറംകാരെ കിട്ടും കേട്ടോ. അത് ഒരു പ്രത്യേകതയാണ്. നമ്മളെ ഇപ്പോൾ ടയർ വാങ്ങി തന്ന പോലും മലപ്പുറത്തുള്ള ഒരു ഇക്കയാണ്. അറിയാമല്ലോ അല്ലേ? ഞാൻ പറയട്ടെ, മലപ്പുറത്ത് തിരൂരിലുള്ള ഇക്കയാണ് നമുക്ക് ഈ ടയർ പോലും മേടിച്ചത്. ഓക്കെ, അപ്പം നമുക്ക് മേശിനെ കാണിച്ചു കേട്ടോ. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിൽ നിൽക്കുക. ഇത് നമ്മളെ കൂട്ടുകാരൻ്റെ വണ്ടി എടുത്തുകൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ. അതായത് എൻ്റെ അവൻ ബൈക്കില്ല, എൻ്റെ ബൈക്ക് ഇടുക്കിയില്ല. അപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടുകാരൻ്റെ നിന്ന് രാവിലെ വണ്ടി മേടിച്ചുകൊണ്ട് വന്നു. അവന് ബൈക്കുണ്ട്, പക്ഷേ ബൈക്കിനാണ് ഓട്ടം കൂടുതൽ, കാറിന് ഓട്ടം ഇല്ല. അങ്ങനെ ആ വണ്ടി എടുത്തോണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. മിക്കവാറും ഇന്ന് സാധനം എത്തുമ്പോഴത്തേക്ക് രാത്രിയാവും തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും ഇത് പണി നടക്കത്തില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ വർക്ക്ഷോപ്പിൽ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ വേറൊരു കലാകാരൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബർ. അയാൾ വരുവാണെങ്കിൽ അയാൾക്ക് കൊണ്ട് കുറച്ച് പ്രോഗ്രാമൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യിപ്പിക്കാൻ നോക്കാം. ചിലപ്പോഴേ വരത്തുള്ളൂ, എന്തായാലും നോക്കാം. പിന്നെന്താ മജീദ്? മജീദ് ചെട്ടിപ്പോയി വന്നോടനെ ക്യാമറ ആയിട്ട് കളിക്കുന്നല്ലേ? ഞാൻ സംഭവം ഇവിടെ വന്നുകാണ്ട് ഇങ്ങനെ ആശ്രമം ഇങ്ങനെ റൗണ്ട് അടിക്കും ആണല്ലേ? അത് ശരി. കുറെ ആൾക്കാർ പിന്നെ ഞാൻ കുറെ ആൾക്കാർക്ക് വീഡിയോ കാണിച്ചു കൊടുക്കും. ഈ വർഷാപ്പ് അത് ശരി. അപ്പൊ ആർക്കും പിന്നെ മൂപ്പരെ കിട്ടി. അതിവിടെ ഉള്ളതാണോ? മൂപ്പര് ഞാൻ GST ഓഫീസ് അറിയാന്നൊക്കെ ചോദിച്ചിട്ട് അതിൽ മൂപ്പര് പറഞ്ഞു ഞാൻ ഈ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഞാൻ കണ്ട പോകണ്ട പറഞ്ഞപ്പോ ഞാൻ ഈ വളവിലെത്തിയപ്പോ മൂപ്പരോട് ചോദിച്ചു ഇവിടെ അല്ലേ ഒരു വർഷാപ്പ്? അതിലിനോട് പറഞ്ഞു അത് ശരി, അത് ശരി. അപ്പോൾ ഞങ്ങൾ വർക്ക്ഷോപ്പിനകത്തോട്ട് വന്നോ. അപ്പോൾ മേശിരി പറയും ടൈമിംഗ് ബെൽറ്റിൻ്റെ കാര്യം. മേശിരി ഇവിടെ ഭയങ്കരമായ പണിയിലാണ്. ഇതെന്ത് സംഭവം പണിയുന്നത്? ഇതായിട്ട് സസ്പെൻഷൻ. അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഒറിജിനൽ ഇത് എന്തോ ടൈമിംഗ് ബെൽറ്റ് മസ്റ്റായിട്ട് ഒറിജിനൽ വേണം അല്ലേ? ടൈം ബെൽറ്റ് നല്ല എല്ലാം ഒറിജിനൽ കിട്ടിയാൽ അത്രയും നല്ലത്. പക്ഷെ സാധനം ഒന്നും കിട്ടാനില്ല, അതാണ് പ്രശ്നം. എങ്കിലും നമ്മൾ കിട്ടുന്ന ടൈം ബെൽറ്റ് ഒറിജിനൽ തന്നെ ഇടണം. ഒറിജിനൽ ടൈം ബെൽറ്റ്. മറ്റേത് പിന്നെയും കുഴപ്പമില്ലല്ലേ? ബാക്കിയുള്ളത് പിന്നെ പ്രശ്നമുള്ള കേസുകളല്ല. അല്ല. അപ്പോൾ നമ്മൾ ടൈം ബെൽറ്റ് എങ്ങനെയെങ്കിലും നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. ഇതെന്താ ഇതിൻ്റെ എന്താ കംപ്ലൈൻറ്റ്? എന്താ ഇത്? നമ്മളെ പൊതുവെ നമ്മളെ സസ്പെൻഷൻ നടക്കുന്ന ഇതിൽ ഇതിൻ്റെ ബുഷുകൾ, സ്റ്റിയറിംഗ് ബോൾറ്റ്, ടയർ ഇതെല്ലാം കുറേ ഓടുമ്പോഴത്തേക്ക് തേയ്മാനം സംഭവിക്കും. അതെല്ലാം കൂടെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ സെറ്റ് ചെയ്യും. ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഇന്നലെ കാണിച്ച മേശരിയില്ലേ? ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുക. ഇതെന്താ പണിയുന്നത്? ഇത് സ്റ്റിയറിംഗ് ബോക്സ് ഇളക്കിയെടുക്കുക അല്ലേ? സ്റ്റിയറിംഗ് ബോക്സിൽ ഓയിൽ ലീക്കാണോ? അത് ശരി. ഇതേതാ വണ്ടി? ഇത് സാൻഡ്രോ. ഇന്നലെ ഒത്തിരി പേര് നമ്മളെ എന്താ സുരേന്ദ്രൻ മേശിരി അല്ലേ? രാജേന്ദ്രൻ മേശിയെ പറ്റിയൊക്കെ കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ? അല്ലേ? കണ്ടില്ലായിരുന്നാ? കമന്റ് ഒക്കെ കണ്ടില്ലായിരുന്നാ? ഗൾഫിലെ കണ്ട ആള് ഫേമസ് ആയി. ഗൾഫിലുള്ളവരൊക്കെ വിളിച്ചായിരുന്നു. ഇനി അങ്ങോട്ട് ജോലിക്ക് വിളിക്കാന്നാണ് ടെൻഷൻ ഇപ്പൊ. അതെ. വേറെ ആളും കൂടെ ഉണ്ട് കേട്ടോ. പുള്ളി അതങ്ങനെ മിണ്ടുന്നില്ല ഒരുപാടത്.
പേരെന്തായിരുന്നു അറിഞ്ഞേരെ? സോമൻ ചേട്ടൻ. സോമൻ ചേട്ടൻ പാച്ച് വർക്ക് അല്ലേ ചെയ്യുന്നത്? പാച്ചിന്റെ മേശരി അല്ലേ? ആ ശരി. ഇവിടെ എത്ര നാളായി? വെളിയിലായിരുന്നു. എല്ലാം പ്രവാസികളാട്ടോ. എവിടെയായിരുന്നു? മസ്കറ്റിൽ. എത്ര വർഷം? 26. ഓ എല്ലാരും 20 above ഓടെയാണ്. എല്ലാം 20, 25, 30 വർഷം പഴക്കമുള്ള ആൾക്കാരാട്ടോ. അതുകൊണ്ട് നമുക്ക് പേടിക്കാൻ വേണ്ട. അതെ അതെ. അജിമേശ്വരി മാത്രമേ ഉള്ളൂ ഇച്ചിരി ചെറുപ്പക്കാരൻ. 15 വയസ്സ്. ജിമ്മാണ് കേട്ടോ ആളുക. കണ്ടില്ലേ? ആ സെറ്റപ്പ് ബോഡി അതാ. സത്യം സീരിയസ് ആയിട്ട് പറയാ, ജിമ്മ് ബോഡി ഞങ്ങള്. ഇത് പണിയെടുത്തായതാണോ അതോ ജിമ്മിന് പോയിട്ടായതാണോ? അല്ല, ജിമ്മിന് പോകുന്നുണ്ട്. ആണല്ലോ, അത് പറ. എവിടെയാ? ആശ്രമത്തോ? ഞാൻ ഇപ്പോഴും പോകുന്നത് നമ്മളെ ഇവിടെ കടപ്പാട് DJ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മളെ കുറ്റിച്ചിറ ഡേവിഡ് ചേട്ടൻ്റെ ഓക്സിജൻ എന്ന് പറഞ്ഞ ജിമ്മിൽ. എത്ര പറയാ? ഞാനിപ്പോ മൊത്തത്തിൽ 8 മാസമേ ഉള്ളൂ. അത്രേ ഉള്ളേ? ആ അത് ശരി. ബാക്കിയൊക്കെ പണിയെടുത്ത് ഉള്ള ശരീരം അല്ലേ? അല്ല, ജിമ്മിൽ പോയിട്ട് ആയതാലേ. അതിനുമ്പോ ഇപ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ചാലേ, നമുക്ക് ഈ കൈക്ക് മാത്രമല്ലേ ഉള്ളൂ വരുന്നു. വർക്ക് കൂടുതലും കൈക്ക് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ജിമ്മ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു സെറ്റപ്പ്. അതാകുമ്പോ കറക്റ്റ് അളവിന് എല്ലാം ആവും. ഇവിടെ വർക്ക് അതെ അതെ ഫുൾ ബോഡി നമുക്ക് നല്ല ഷേപ്പ് ആവും. അതെ. ഇപ്പൊ ജിമ്മുണ്ടല്ലേ? കൊറോണ അതൊക്കെ മാസ്ക് വയ്ക്കണോ? മാസ്ക് വെക്കണം, ഗ്ലൗ ഉപയോഗിക്കണം. ഓ അങ്ങനെയൊക്കെ ഉണ്ട്. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അതെ, കാരണം ഇത് ഉപയോഗിക്കണം. എല്ലാം ഉണ്ട്. അതെല്ലാം ചെയ്ത് തന്നെ നമ്മളെ ജിമ്മിൽ വർക്ക് കേട്ടതുള്ളൂ അല്ലേ? അതെ. നമ്മള് ജിമ്മിൽ പോകുമ്പോഴുള്ളൊരു ഗുണം, ജിമ്മിലെ പോകുന്ന പറയാ, നമ്മള് ഈ ജിമ്മിന്റെ കാര്യത്തിൽ വളരെ ചെറിയൊരു എക്സ്പീരിയൻസ് ഉള്ളു. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുക, പറ്റുന്നവരെല്ലാം ജിമ്മിൽ പോകണം, നല്ല ഡയറ്റ് ചെയ്യണം, നല്ല അടിപൊളിയായിരിക്കും ബോഡി. അതെ, നമുക്കൊരു സംതൃപ്തി കിട്ടും അല്ലേ? അതെ, നമ്മുടെ ദിവസത്തിനൊരു കൃത്യത വരും. രാവിലെ പോവായിട്ടോ? ഞാൻ രാവിലെ 5 മണിക്ക് പോവല്ലേ? ആ ശരി. അങ്ങനെ ജിമ്മിൽ പോയി കഴിഞ്ഞ് 1 വർഷം കൂടെ കഴിഞ്ഞാൽ ശേഷിയുടെ ജിമ്മനായി മാറും അല്ലേ? അതിനുവേണ്ടി ചെയ്തോണ്ട്. അടിപൊളി. ഇപ്പൊ വേറൊരു സബ്സ്ക്രൈബർ കൂടെ ഇപ്പൊ വരും. ഓരോരുത്തരായിട്ട് വിളിച്ചോണ്ടിരിക്കും. ഇതാ അടുത്ത ആള്. ഹലോ. ജിമ്മിൽ പോയതിനു ശേഷം നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആയത്. ഈ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ GST ഓഫീസിന്റെ അടുത്താണ്. ആശ്രാമത്ത് GST ഓഫീസിന്റെ അടുത്ത്. നമ്മളിങ്ങനെ പറഞ്ഞു വന്ന അത് തന്നെ ആള്. വാ നമ്മള് പുതിയൊരു വേറെ സബ്സ്ക്രൈബർ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അകത്തോട്ടെ അറിയോ? മേശ ഈ ബെൻസ് എത്ര മോഡൽ ഇത്? 97 അല്ലേ? എങ്ങനെയാ സാധനം? അടിപൊളിയാണോ? സൂപ്പർ വണ്ടി അല്ലേ? എന്താ അത് വലിപ്പവും അതിന്റെ ഇതല്ലേ? ആണോ? വണ്ടി ഒന്ന് എടുക്കാവോ? ഓക്കെ. ഇത് മേശയുടെ വണ്ടിയാ? ഇത് പണിയായി കിടക്കുവാണോ? ബെൻസിന്റെ അല്ലേ? മേശക്ക് ബെൻസൊക്കെ ഉണ്ട്. KL 07 മാനുവൽ അല്ലേ? ഇത് സ്റ്റാർട്ടാവോ? ആണല്ലേ? നമ്മളെ പുതിയ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. പുതിയല്ലേ, നമുക്കറിയാവുന്ന ഒരാളാണ് കേട്ടോ. ഇദ്ദേഹേ മേശരി നമ്മളെ HNC ബോറിങ്ങിന്റെ അവിടെ നിൽക്കുക. ഇന്ന് നമ്മളെ വണ്ടി ഒന്ന് കാണാൻ വേണ്ടി വന്ന കേട്ടോ. പിന്നെ ഇദ്ദേഹം ഒരു കലാകാരനാണ്. ആ കലാകാരൻ ഇപ്പൊ നമ്മളിവിടെ കാണിച്ചിട്ടേ നമ്മൾ ഇന്നത്തെ വീഡിയോ പോകത്തുള്ളൂ. തുടങ്ങാല്ലേ? വന്നുടനെ പിടിച്ച് മിമിക്രി അവതരിപ്പിക്കാൻ പോവാണ്. ഇന്നലെ ഒരു ചുമ്മാ ജസ്റ്റ് ഒന്നൊരു കാണിച്ചില്ലായിരുന്നു ഒരു എക്കോടെ. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേ. മൈക്കില്ല. മൈക്കിന്റെ ഹലോ പ്രിയ കലാസ്നേഹികളെ, ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പോളി കിടിലല്ലേ? എന്നാ ഒന്നുകൂടി കേൾക്കാൻ തോന്നുന്നു കേട്ടിട്ട്. കിടില ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ അനൗൺസ്മെന്റ് ചെയ്തോണ്ടിട്ടല്ലേ? എന്താ പൊന്നു മനുഷ്യരെ, എവിടെ പഠിച്ചത്? ഒന്നുകൂടെ കാണിക്കോ? അത് കേട്ട്. ഹലോ പ്രിയ കലാസ്നേഹികളെ, ഏവർക്കും എന്തല്ലേ? സൂപ്പർ അല്ലേ? മേശിരി ഇപ്പൊ പണി നിർത്തി പോവും. കീടലേട്ടാ ഇനി ആരുണ്ട്? അതാണ് മാസ്റ്റർ പീസ് അല്ലേ? പിന്നെ സിനിമാടന്മാരൊക്കെ ചെയ്യോ? ഒന്നും കൂടെ ഏതൊക്കെ ഉണ്ടെങ്കിൽ ഒരു നമ്പർ കൂടെ പോരട്ടെ. പക്ഷെ അതൊരു രക്ഷയില്ല കേട്ടോ. എവിടെയും കേൾക്കാത്തൊരു സംഭവം കേട്ടോ. സൂപ്പറായിട്ടാ ഇത്. അത് ഈ ക്യാമറയിൽ എങ്ങനെ കിട്ടുമെന്ന് അറിയാൻ പോയാ വോയിസ് കിട്ടുമായിരിക്കും. നമുക്ക് പ്ലേ നോക്കാം. ഈ എഫക്ട് ചിലപ്പോൾ ക്യാമറയിൽ കിട്ടുമെന്ന് അറിയത്തില്ല. പരിപാടി ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇനി അടുത്ത പ്രോഗ്രാം കൂടെ ഉണ്ട്. അടുത്ത ആരാണ്? മഹാനടൻ ജയന്റെ വോയിസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതെ.
ശരിയാകുന്നില്ല എന്നാലും ശരിയായാലും കുഴപ്പമില്ല. ആദ്യത്തെ തന്നെ ഇയാൾക്ക് 100 മാർക്ക് കിട്ടി, ഇനി വേറെ ഒന്നുമില്ല. പ്രിയമുള്ള കലാസ്നേഹികളെ, ഞാൻ എത്തിക്കഴിഞ്ഞോ. എവിടെയെങ്കിലും കമ്പി വിളയ്ക്കാനുണ്ടോ, പാറ പൊട്ടിക്കാനുണ്ടോ, മല മറിക്കാനുണ്ടോ, ഇതെല്ലാം കാണിക്കാൻ എനിക്ക് പ്രാന്തുണ്ടോ? അടിപൊളി. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? മേശ്ശേരി ഞാൻ ഇപ്പം ആക്കും നോക്കോ. ഇല്ല, മേശ്ശേരി കൊണ്ട് നമ്മൾ പറയിപ്പിക്കും. മേശ്ശേരി ചെയ്യും കേട്ടോ. പിന്നെ ഇദ്ദേഹം വന്നോണ്ട് വേണ്ടെന്ന് പറയാ. നമ്മള് ജയന്റെ ഫാനായോണ്ട് നമുക്കിതൊരു ഇഷ്ടമാണ്. ജയന്റെ സംസാരം കേട്ടല്ല, അല്ലെ ജയന്റെ സ്റ്റൈലിൽ നിൽക്കുന്നവരെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില്ല. അതാണ് നമ്മളെ ജിമ്മ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതല്ല നമ്മൾ ആരോഗ്യ പ്രശ്നം കൊണ്ട് ആണല്ലേ? ആ ശരി. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് പുള്ളിയുടെ പൊളിയായിട്ടുണ്ട് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നമ്മളതൊരു സൗണ്ട് എഫക്റ്റ് കൂടെ അത് ഇത് ഓപ്പൺ ആയണ്ട നമ്മള് ഒരു അകത്തിരുന്നൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും. അല്ല, സൗണ്ട് എഫക്റ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മൈക്കിലായിരുന്നെങ്കിൽ അല്ലെ, മൈക്കിൽ പറഞ്ഞാൽ പൊളിയായിരുന്നു. അല്ല, ഇതിപ്പോ പറയുന്നത് മറ്റേ എക്കോടെ, അത് മൈക്കിലാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഉണ്ട്. ഇയാൾ എന്തൊക്കെ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ആ, ചെറിയ രീതിയിലല്ലേ? വർക്കലക്കാരനോ? അപ്പം നമ്മളെ ഇന്നത്തെ വർക്ക്ഷോപ്പ് പണി എല്ലാം പെൻഡിങ്ങിലാണ് കേട്ടോ. പണിയൊന്നും നടക്കത്തില്ല. സാധനം ഇന്ന് രാത്രിക്കുള്ളിൽ എങ്ങനെയെങ്കിലും എത്തിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ ഇളക്കിയ സാധനമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ ഹിഞ്ചിൻ്റെ ഹെഡൊക്കെ അങ്ങനെ തന്നെ പൊത്തി വെച്ചിരിക്കുക അസുഖമായിട്ട് അല്ലേ? അപ്പോൾ സനലിന് എന്താ റെഡി? സനൽ ജോലിയുടെ ഇടയിൽ നിന്ന് വന്നേട്ടാ പാവം. അപ്പോൾ നമുക്ക് ഈ സനലിൻ്റെ കഴിവൊന്ന് കാണിപ്പിക്കാനും കൂടെ നമ്മളെ ചാനലിലൂടെ പറ്റി അല്ലേ? ഇനി ഒരുപാടുണ്ട്. അത് ചാനൽ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ഇന്നൊരു സമയം വരും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ പോവാണോ? ഇറങ്ങല്ലേ? ശരി, ഓക്കെ. അപ്പോൾ കാണാം. ശരി. അത് നിങ്ങൾക്ക് ഒരു അടിപൊളി വണ്ടി നമ്മൾ നേരത്തെ കാണിച്ചാണ്. ആ വണ്ടി ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ പണിയാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. പഴയ ബെൻസ്. 90 എത്രയാണ് മോഡലല്ലേ? 97 മോഡൽ. ഇത് എന്ത് പണിയായിട്ട് ഇപ്പോൾ വെച്ചിരിക്കുക? ഇതിന്റെ ബെൽറ്റിന്റെ ഷോക്ക് അബ്സറും ബെൽറ്റും പോയിട്ടുണ്ട്. അപ്പം ബെൽറ്റ് മാറാനായിട്ട് അയച്ചിട്ട് ഇതിന്റെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ തുറക്കുന്ന തന്നെ വേറെ രീതിയിലല്ലേ ബോണറ്റൊക്കെ? എന്താ ശരി ഇറങ്ങുന്നില്ലേ? നോക്കാം. ഗിയറിനതാണ്. പക്ഷേ ആ ക്ലിപ്പൊന്ന് തുറന്നേരം നോക്കിക്കോ. ഇതിന്റെ ഇത് നോക്കിക്കോ. വണ്ടിയുടെ ബോണറ്റ് തുറക്കുന്ന തന്നെ, ബോണറ്റിന് തന്നെ വലിപ്പമല്ലേ? ഇത്രയും തുറന്നു നോക്കാൻ പറ്റുന്ന ഒരു വണ്ടിയുടെ ബോണറ്റ് കാണത്തില്ല. ഇത് ശരിയാണല്ലോ. ഇതൊക്കെ ഇങ്ങനെ മൊത്തം ലെവലിലങ്ങ് തുറക്കാൻ പറ്റും അല്ലേ? ഇത്രയും ഭംഗിയായിട്ട് പണിയാൻ സൗകര്യമുള്ളൊരു വണ്ടി വേറെ ഇല്ലെന്ന് എനിക്ക്. നല്ല തുറന്ന് വെച്ച് പണിയല്ലോ. ഫുള്ള് കാണാം, എഞ്ചിൻ റൂം ഫുള്ളായിട്ട് കാണാം. അതാണ് അവിടെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു പ്രത്യേകത, ഇതിന് ഒറ്റ വൈപ്പറാണ്. പക്ഷെ അത് ഫുള്ള് വൈപ്പ് ചെയ്യുന്നുള്ള ആ മൂല വരുമ്പോൾ വലുതാവുകയും സെന്റർ വരുമ്പോൾ ചെറുതാവുകയും ചെയ്യും. അങ്ങനെ അല്ലേ? അത് ഏത് കാലത്ത് ഡിസൈനാന്ന് ആലോചിക്കണം അല്ലേ? 97 അവര് അതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബെൻസുകാർ. ഓട്ടോമാറ്റിക് വണ്ടിയാണിത്. ഓട്ടോമാറ്റിക് ആണ്. പവർ സ്റ്റിയറിംഗ്, ഇത് എല്ലാ സൗകര്യങ്ങളും എന്ന് വെച്ചാൽ പുതിയ വണ്ടിയുടെ ഏകദേശം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് വണ്ടി വന്നപ്പോഴുള്ള സംഭവങ്ങളാണെന്ന് തോന്നുന്നല്ലോ. എല്ലാം ഒറിജിനൽ സാധനങ്ങളാണ്. ഇതൊക്കെ എത്ര CC വണ്ടിയായിരിക്കും ഇത്? എത്ര CC വണ്ടിയായിരിക്കും ഇത്? ഇത് 2500 CC അല്ലേ? ഡീസലല്ലേ ഇത്? ഡീസലാ. ഇന്ത്യൻ അസംബ്ലിഡ് സംഭവം കണ്ടോ? ഹെവി ലുക്കാണ് കേട്ടോ വണ്ടി. ഇതിപ്പോൾ ഇവിടെ ഈ ഇടയിൽ കിടക്കുന്നുണ്ട് അറിയാത്ത. ആ റോഡിൽ കിടക്കുമ്പോൾ ഇതിൻ്റെ ഭംഗി ഭയങ്കര രസമാണ്. അലോയിലൊക്കെ കയറ്റിയാന്ന് തോന്നുന്നു അല്ലേ? ഇത് ABS ബ്രേക്കിൻ്റെ ആണല്ലേ? ഇതൊക്കെ ഉണ്ടായിരുന്നേ? എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഇളക്കിയിട്ടിരിക്കുകയല്ലേ? അല്ലെങ്കിൽ നമ്മളിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാമായിരുന്നു. അതായത് ബെൽറ്റെല്ലാം ഇളക്കിയിട്ടിരിക്കുക. വണ്ടിയുടെ ലുക്ക് കാണിച്ചിട്ടുണ്ടോ? ഇതൊരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് വണ്ടിയുടെ. ഹെവി ലുക്കാണ്. കറുപ്പ് കളറും കൂടെ ആയതുകൊണ്ടേ പൊളി. ഇതാണ് പറഞ്ഞത് കേട്ടോ, ഒറ്റ വൈപ്പർ എന്ന് പറഞ്ഞില്ലേ? ഇതാ ഇവിടെ തൊട്ട് ചെറുതാവും അല്ലേ? ഓ, അങ്ങനെ അതിന്റെ സിസ്റ്റം അല്ലേ? ഇവിടം വരും. ചെറുതാവും വലുതാവും. ആഹാ, അല്ല ഓട്ടോമാറ്റിക് ചെയ്തോളൂ അല്ലേ? ലോക്കല്ലേ? അല്ല ലോക്കല്ല. ഇതിന്റെ അകത്തോട്ട് കയറുവാണെങ്കിൽ നല്ല പഴുത്തിരിക്കുന്നു. ഇത് ഓട്ടോമാറ്റിക് ഗിയറും നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട് കേട്ടോ. പഴയ രീതിയിലുള്ള മീറ്ററും കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ? എല്ലാം ഒറിജിനൽ സാധനങ്ങളാണ് അല്ലേ? പഴയ വണ്ടിയാണല്ലോ. അകമൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. വെള്ളമൊക്കെ ഉണ്ടോ? നല്ല പഞ്ഞിയാണൊക്കെ ഇരിക്കുന്നല്ലോ. സംഭവം കളറാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുവാണെങ്കിൽ ഡിക്കിയൊക്കെ നല്ല സ്പേസ് ആയിരിക്കും അല്ലേ?
E250 എന്നാണ്, അതാണ് എൻ്റെ മോഡൽ നെയിം. E250 ഡീസൽ 124 BFS 124. അടിപൊളി വണ്ടി, അടിപൊളി. നമ്മളെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മളെ വണ്ടി കാണിച്ചതേ ഇല്ല, ഇന്ന് മൊത്തം ഇവിടുത്തെ കാര്യങ്ങളായിരുന്നു. നമ്മളെ വണ്ടിയുടെ തലയില്ലാതെ കിടക്കുക, തലയൊക്കെ ഊരി വെച്ചിട്ട് എല്ലാം ലോക്കാണ് കേട്ടോ. അതുകൊണ്ട് അകത്തോട്ട് കയറാതെ പറ്റത്തില്ല, എല്ലാം ലോക്കാക്കി ഇവിടെ വെച്ചിരിക്കും കേട്ടോ. നമ്മുടെ വണ്ടി പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, ഹെവി ലുക്കാണ്. അപ്പോൾ ഇന്ന് ഇത് പരിപാടിയൊക്കെ ഒതുക്കിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ സാധനം വന്നാലേ നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇവിടുത്തെ വർക്ക്ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ അങ്ങ് നിർത്തുവാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഉച്ചയ്ക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ട് വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ സാധനം എത്തിക്കണം, അല്ലെങ്കിൽ ഇന്ന് രാത്രിക്കുള്ളിൽ എങ്ങനെയെങ്കിലും സാധനം എത്തിക്കാനുള്ള പരിപാടി നോക്കുവാണ്. അതിനുശേഷം നാളെ സാധനം ഓക്കെ ആണെങ്കിൽ നാളെ പണിയാം. അപ്പോൾ അതൊക്കെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.